കർക്കിടക യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്കോഡ ഓട്ടോ ഫോക്സ്വാഗൻ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ കീഴിലുള്ള ഫോക്സ്വാഗൻ ഗ്രൂപ്പ് അവരുടെ പ്രീമിയം SUV ടിഗ്വാൻ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ 3rd ജനറേഷൻ ലോഞ്ച് ചെയ്തിരിക്കുന്നു. ഏപ്രിൽ 10, 2025 ലോഞ്ച് ചെയ്ത ടിഗ്വാൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രീമിയം SUVകളുടെ ലോഞ്ച് ഇങ്ങനെ അടുത്തടുത്ത് നടക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ സ്കോഡയുടെ കോഡിയാക് ഓടിച്ചുകൊണ്ട് മുംബൈയിലൂടെ പോയിരുന്നു. ഇപ്പോൾ ഫോക്സ്വാഗൻ ഗ്രൂപ്പിൻ്റെ ടിഗ്വാൻ്റെ ഒരു 3rd ജനറേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. ആദ്യമായിട്ട് 2007 ഈ വാഹനം ഇവിടെ ലോഞ്ച് ചെയ്തത്. ശേഷം 2nd ജനറേഷൻ എത്തുന്നത് 2017 2025 ഏപ്രിൽ 10 ടിഗ്വാൻ R-Line എന്ന പേരിൽ കൂടുതൽ സ്റ്റൈലിഷായി, കൂടുതൽ ബോൾഡറായി, കൂടുതൽ വലിപ്പത്തിൽ ഈ വാഹനം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. ഇതിനകത്ത് ഒരുപാട് സെഗ്മെൻറ്റ് ലീഡിംഗ് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. ശരിക്കും അഡാസ് ലെവൽ 2 സൗകര്യങ്ങൾ ഇതിനകത്തേക്ക് വന്നിരിക്കുന്നു എന്നാണുള്ളത്. വേൾഡ് വൈഡ് നോക്കുകയാണെങ്കിൽ ഫോക്സ്വാഗൻ ഗ്രൂപ്പിൻ്റെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലാഗ്ഷിപ്പ് മോഡലാണ് ഈ പ്രീമിയം SUV എന്ന് പറയുന്നു. 7.5 മില്യൺ കാറുകളാണ് അവർ ഇതുവരെ വിറ്റിരിക്കുന്നത്. ശരിക്കും ഈ പ്രീമിയം SUV സെഗ്മെൻറ്റിൽ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന ബെസ്റ്റ് സെല്ലിംഗ് SUV കൂടിയാണ്, അവരുടെ ഫ്ലാഗ്ഷിപ്പ് മോഡലാണ്. ഇപ്പം ഈ വാഹനം കൂടുതൽ ലോങ്ങറായി, വൈഡറായി, അതുപോലെ തന്നെ സ്മാർട്ടറായി, ഷോൾഡർ ലൈൻ ആണെങ്കിലും അതിൻ്റെ ഓരോരോ ഫീച്ചേഴ്സ് ആണെങ്കിലും ക്യാരക്ടർ ലൈൻസ് ഒക്കെ തന്നെയും വളരെ ഷാർപ്പാക്കി ഹെഡ് ലൈനുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ലൈറ്റൊക്കെ സ്ട്രിപ്പൊക്കെ കൊടുത്തു. ഗ്രില്ലുകൾക്ക് മാറ്റം വന്ന് ഇവിടെ ഗ്ലോസി എലിമെൻറ്റ്സ് ഒക്കെ കൊണ്ടുവന്ന് 6 നിറങ്ങളിലാണ് ഈ വാഹനം ഇപ്പോൾ അവർ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഏറ്റവും എക്സൈറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 49 ലക്ഷം രൂപ ഇൻട്രൊഡക്ടറി പ്രൈസിലാണ് ഈ ഫ്ലാഗ്ഷിപ്പ് മോഡൽ ഫോക്സ്വാഗൻ ഗ്രൂപ്പ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. കടുത്ത കോമ്പറ്റീഷനുള്ള ഒരു സെഗ്മെൻ്റാണ്. സ്കോഡയുടെ കോഡിയാക്കും അതുപോലെ തന്നെ ടൊയോട്ട ഫോർച്യൂണറും ജീപ്പ് മെറിഡിയനും ഒക്കെ തന്നെ വേണമെങ്കിൽ ഈ സെഗ്മെൻറ്റിലേക്ക് നമുക്ക് ഇത് ചെയ്യാം. എന്തായാലും ഷോറൂം പ്രൈസ്, സ്റ്റാർട്ടിംഗ് പ്രൈസ് 49 lakhs ആണ്. നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ കുറച്ചും കൂടി വിലയൊക്കെ ആകും. എന്തായാലും നല്ലൊരു പ്രോഡക്റ്റ് ആണെന്ന് പറയുന്നു. വാഹനത്തിൻ്റെ മറ്റ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടിഗ്വാൻ R-Line എത്തുന്നത് 6 നിറങ്ങളിലാണ്. അപ്പോൾ ഇതിനകത്തേക്ക് ശരിക്കും ഗ്രീൻ മെറ്റാലിക്, അതായത് 5 നിറങ്ങളും മെറ്റാലിക് കളറുകളിലാണ് വരുന്നത്. ഇതിൽ വൈറ്റ് മാത്രമേ ഉള്ളൂ മെറ്റാലിക് അല്ലാത്തത്. അപ്പം ബ്ലാക്കിലും ഗ്രീനിലും അതുപോലെ തന്നെ സിൽവർ മെറ്റാലിക്കിലും ബ്ലൂ ഷെയ്ഡിലും റെഡ് ഷെയ്ഡിലും ഒക്കെ തന്നെ ടിഗ്വാൻ R-Line എത്തുന്നു. ഇത് 3rd ജനറേഷൻ വാഹനമാണ്. ഇതിപ്പോൾ 3ാം ജനറേഷൻ, അതായത് ടിഗ്വാൻ R-Line എന്നാണ് അവർ പറയുന്നത്. R-Line എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പെർഫോമൻസ് വൈസ് യാതൊരു കാര്യങ്ങളും ഇല്ല. ശരിക്കും കുറച്ച് സ്റ്റൈലിഷ് എലിമെൻറ്റ് മാത്രമാണ് ഈ വാഹനത്തിലേക്ക് വരുന്നത്. 49 ലക്ഷം രൂപ ഇൻട്രൊഡക്ടറി പ്രൈസുള്ള ഈ ഒരു പ്രീമിയം SUVയുടെ ഫ്യൂൽ എഫിഷ്യൻസി 12.86 കിലോമീറ്ററാണ് വാഹന നിർമ്മാതാക്കൾ പറയുന്നത്. അപ്പം വളരെ ബോൾഡായിട്ട് എത്തിയിരിക്കുന്ന ഈ വാഹനത്തിന് മുൻകാഴ്ചയിലേക്ക് പോകാം. ഇതിൻ്റെ ഗ്രില്ലുകളിലേക്ക് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഈ ഗ്രിൽ വൈഡർ ആയിട്ടുണ്ട്. അതേപോലെ 2 ഹെഡ്ലൈറ്റുകൾ തമ്മിൽ ഒരു കണക്റ്റഡ് സ്ട്രിപ്പ് കൊടുത്ത് വാഹനം കൂടുതൽ ബോൾഡാക്കിയിട്ടുണ്ട്. ഇവിടെ ഗ്ലോസി ബ്ലാക്കിലുള്ള എയർവെൻറ്റുകൾ ഒക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. എന്തായാലും മുൻകാഴ്ച കൂടുതൽ ബോൾഡായിട്ടുണ്ട്, ബിഗറായിട്ടുണ്ട് എന്ന് തന്നെ പറയുന്നു. ടിഗ്വാൻ R-Lineൻ്റെ സൈഡ് പ്രൊഫൈൽ ഏറ്റവും സ്പോട്ടിയാണെന്ന് പറയാം. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ 19 ഇഞ്ച് വലിപ്പത്തിലുള്ള അലോയ് വീലാണ്. അതുപോലെ തന്നെ ഈ വീൽ ആർച്ച് വളരെ കർവിയായിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്, സ്ക്വയർഡായിട്ടൊന്നുമല്ല. ശരിക്കും ഇതിൻ്റെ സ്റ്റൈലിൽ ശരിക്കും ഭയങ്കര സ്റ്റൈലിഷാണ് ടിഗ്വാൻ R-Line എന്ന് പറയാം. അതുപോലെ തന്നെ R എന്നുള്ള, അതായത് R-Lineൻ്റെ ബാഡ്ജിങ് ഇവിടെയായിട്ട് വന്നിരിക്കുന്നു. സ്പോട്ടി ഫീൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അവർ റൂഫ്
റൂഫ് റെയിൽ കൊണ്ടുവന്നിരിക്കുന്നു. ബോഡി കളർ റൂഫ് റെയിലാണ്. ഇവിടെയെല്ലാം ശരിക്കും ക്രോം എലിമെൻ്റാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ക്യാരക്ടർ ലൈൻ അല്ലെങ്കിൽ ഷോൾഡർ ലൈൻ എല്ലാം പഴയതിൽ നിന്നും കൂടുതൽ ഷാർപ്പൺ ചെയ്തിട്ടുണ്ട്. അതായത് കൂടുതൽ കർവിയായിട്ട് തോന്നുന്നുണ്ട്, ബോൾഡായിട്ട് തോന്നുന്നുണ്ട്, കൂടുതൽ ലെങ്തി ആയിട്ട് തോന്നുന്നുണ്ട്, കൂടുതൽ ഷാർപ്പറായിട്ട് തോന്നുന്നുണ്ട്. ശരിക്കും ഫോക്സ് വാഗൻ്റെ ടിഗ്വാൻ ആർ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റൈൽ ഇഷ്ടപ്പെടുന്ന, അതായത് തങ്ങളുടെ വാഹനം കൂടുതൽ സ്റ്റൈലിഷ് ആവണം, ഷാർപ്പർ ആകണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് സംബന്ധിച്ചിടത്തോളം മികച്ച ഒരു ഓപ്ഷനാണ്. വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് 176 mm ആണ്. ഇത് ശരിക്കും ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും നീളം കൂടിയ വാഹനമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ വാഹനത്തിൻ്റെ നീളം 4836 mm ആണ്. അതേപോലെ തന്നെ വാഹനത്തിൻ്റെ വീതി 1859 mm ആണ്. അതേപോലെ തന്നെ ഇതിൻ്റെ പൊക്കം 1656 mm ആണ്. ഇതിൻ്റെ ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി 60 ലിറ്റർ ആണ്. ജർമ്മൻ എഞ്ചിനീയറിംഗിൽ ഒരു പ്രീമിയം SUV വേണമെന്ന് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഫോക്സ് വാഗൻ്റെ ടിഗ്വാൻ ആർ ലൈൻ ഒരു മികച്ച ചോയ്സാണ്. 7 സ്പീഡ് DSGയിൽ എത്തുന്ന ഈ വാഹനത്തിൻ്റെ പവർ 204 PS-ഉം ഇതിൻ്റെ ടോർക്ക് 320 Nm-ഉമാണ്. ടെക്നിക്കലി യാതൊരു മാറ്റങ്ങളും തേർഡ് ജനറേഷൻ ടിഗ്വാനിലേക്ക് വന്നിട്ടില്ല. എന്തായാലും കൂടുതൽ സ്പോർട്ടിയർ ആയിട്ടുണ്ട്, സ്റ്റൈലിഷ് ആയിട്ടുണ്ട് ഈ വാഹനം. അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു വാഹനം എന്ന് പറയാം. അപ്പോൾ വാഹനത്തിലേക്ക് ശരിക്കും 4 വീൽ ഡ്രൈവിലാണ് ഈ വാഹനം എത്തുന്നത്. ഇതിൻ്റെ ഒരു വീൽ ബേസ് 2680 mm ആണ്. അതായത് ഈ സെഗ്മെൻറ്റിലെ പ്രീമിയം SUV സെഗ്മെൻറ്റിലെ ഏറ്റവും നീളം കൂടിയ, ഏറ്റവും വീതി കൂടിയ, ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ടുള്ള, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു വാഹനമായിട്ടാണ്. ഫോക്സ് വാഗൻ ഈ പ്രീമിയം SUV അവതരിപ്പിച്ചിരിക്കുന്നത് ഇതിൻ്റെ ട്രൂലി ഫോക്സ് വാഗൻ ഡിസൈനിലാണ്. അതായത് കൂടുതൽ എയറോഡൈനാമിക്സിന് പ്രാധാന്യം നൽകി അതിൻ്റെ ക്യാരക്ടർ ലൈൻസ് കൂടുതൽ ഷാർപ്പറാക്കിയൊക്കെയാണ് അതിൻ്റെ ആർ ലൈൻ പതിപ്പ് ഇറക്കിയിരിക്കുന്നത്. ആർ ലൈൻ പതിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇത് ഒരു എസ്തെറ്റിക് എലിമെൻറ്റ്സ് അല്ലെങ്കിൽ ഒരു ഡിസൈൻ എലിമെൻറ്റ്സ് എൻഹാൻസ്മെൻറ്റ്സ് കൊടുക്കുന്നു എന്നേ ഉള്ളൂ. ഇത് പെർഫോമൻസ് വൈസ് യാതൊരു വ്യത്യാസങ്ങളും ഇല്ല. സെക്കൻഡ് ജനറേഷനിലെ വാഹനവും തേർഡ് ജനറേഷനിലെ വാഹനവും തമ്മിൽ എൻജിൻ സ്പെക്കിൽ തീർച്ചയായിട്ടും പഴയ ജനറേഷനിലെ അതേ എഞ്ചിനിൽ തന്നെയാണ് ഈ വാഹനം എത്തിയിരിക്കുന്നത്. വാഹനം കൂടുതൽ വൈഡർ ആയിട്ടുണ്ട്, സ്മാർട്ടർ ആയിട്ടുണ്ട്, അതുപോലെ തന്നെ നീളം കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ടിഗ്വാൻ ആർ ലൈനിൻ്റെ റിയർ കാഴ്ച കൂടുതൽ മനോഹരമാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ LED റിയർ ലൈറ്റുകളിലേക്ക് 3D ആനിമേഷൻ എഫക്റ്റ് കൊണ്ടുവന്ന് ഇതിൻ്റെ പിൻ കാഴ്ച കൂടുതൽ മനോഹരമാക്കിയിരിക്കുകയാണ് ഫോക്സ് വാഗൻ ഗ്രൂപ്പ്. ഇതിൻ്റെ പിൻകാഴ്ചയിൽ 4 മോഷൻ എന്ന് പറഞ്ഞ 4x4 പതിപ്പാണ്. അതായത് ഓൾ വീൽ ഡ്രൈവിലാണ് ഇതിൻ്റെ എല്ലാ വേരിയൻറ്റുകളിലും എത്തുന്നത്. ടിഗ്വാൻ എന്ന് പറയുന്ന ബാഡ്ജിങ് ഇവിടെയായിട്ട് വരുന്നു. ഫോക്സ് വാഗൻ എന്ന് പറയുന്ന ബാഡ്ജിങ് വന്നിട്ടുണ്ട്. ഷാർക്ക് ഫിൻ ആൻറ്റിന, അതുപോലെ തന്നെ സ്പോയിലർ ഒക്കെ തന്നെയും വന്നിട്ടുണ്ട്. കൂടുതൽ നേരത്തെ ഞാൻ പറഞ്ഞു ഇതിലെ ക്യാരക്ടർ ലൈൻസ് എല്ലാം കൂടുതൽ ഷാർപ്പറാക്കി, കൂടുതൽ സ്ലിം ആക്കി, കൂടുതൽ മനോഹരമാക്കിയിരിക്കുകയാണ് ടിഗ്വാൻ ആർ ലൈനിൽ. ഇതിലെ ഈ ഗ്രില്ലിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഗ്ലോസി സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ആയിട്ട് ഇതിനകത്തേക്ക് സേഫ്റ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ അഡാസ് ലെവൽ 2 സൗകര്യങ്ങൾ വന്നിരിക്കുന്നു. 21 അഡാസ് ലെവൽ 2 ഫീച്ചേഴ്സാണ് ഇതിനകത്തേക്ക് വന്നിരിക്കുന്നത്. അതായത് 9 എയർ ബാഗുകളൊക്കെ വന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒന്നെന്ന് പറഞ്ഞാൽ ഇതിനകത്തേക്ക് ഓട്ടോമാറ്റിക് പാർക്കിംഗ് വന്നിരിക്കുന്നു. ഹിൽ ഡിസെൻറ്റ് കൺട്രോൾ, ഹിൽ ഹോൾഡ് അസിസ്റ്റ്, അതുപോലെ തന്നെ പാർക്കിംഗ് സിസ്റ്റം, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇതിനകത്തേക്ക് വന്നിരിക്കുന്നു. ഒരു പ്രീമിയം SUVയുടെ ബൂട്ട് സ്പേസ് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. ശരിക്കും സെഗ്മെൻറ്റിലെ ഏറ്റവും വലിപ്പം കൂടിയ ബൂട്ട് സ്പേസ് എന്നാണ് അവർ പറയുന്നത്. 652 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ്. സ്പോർട്ടി ആർത്തിയും ഇന്റീരിയറിലാണ് ടിഗ്വാൻ ആർ ലൈൻ എത്തുന്നത്. അപ്പം സീറ്റുകളിലേക്ക് ഇവിടെയൊക്കെ തന്നെയായിട്ടും 6
കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം മറ്റൊന്ന് പറയാനായിട്ടുള്ളത്, ഇതിനകത്തേക്ക് ശരിക്കും ഈ ഒരു സീറ്റുകളുടെ ഇതെനിക്ക് തോന്നുന്നു മസാജിങ് ഫംഗ്ഷനും ഹീറ്റിംഗ് ഫംഗ്ഷനും ഒക്കെയുള്ള സീറ്റുകളാണ് ഇതിൻ്റെ ടോപ്പ് വേരിയൻറ്റിലേക്ക് കൊടുക്കുന്നത്. ഈ ഒരു വേരിയൻറ്റിൽ നമുക്കിപ്പോൾ ഒരു ഡിസ്പ്ലേ വെഹിക്കിളാണ്, ഇതിനകത്തേക്ക് അതൊന്നും വന്നിട്ടില്ല. മറ്റൊന്ന് പറയാനുള്ളത്, ഇതിലേക്ക് 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ വന്നിട്ടുണ്ട്. ഇത് ആർലൈൻ വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്തേക്ക് റെഡ് എലിമെൻ്റ് ഒക്കെ വന്നിട്ടുണ്ട്. മറ്റൊന്ന് പറയാനുള്ളത്, ഇതിൻ്റെ ഡാഷ്ബോർഡ് ഡിസൈൻ ഹൊറിസോണ്ടൽ പാറ്റേൺ അത് കംപ്ലീറ്റ്ലി സെക്കൻഡ് ജനറേഷനിൽ നിന്ന് റീഡിസൈൻ ചെയ്തിരിക്കുന്നു. 38.1 സെൻറ്റിമീറ്ററിലുള്ള സ്റ്റാൻഡ് അലോൺ ആയിട്ടുള്ള വളരെ ക്ലാരിറ്റിയുള്ള ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് ഇതിനകത്തേക്ക് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഡിജിറ്റൽ കോക്പിറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 26.04 സെൻറ്റിമീറ്റർ വലിപ്പത്തിലാണ്. ഇത് ഡ്രൈവർക്ക് ഒരുപാട് കൺവീനിയൻ്റ് ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇത് കസ്റ്റമൈസ് ചെയ്യാം, ഇതിലെ ഡിജിറ്റൽ കോക്പിറ്റ് കസ്റ്റമൈസ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിനകത്ത് ഹെഡ് അപ്പ് ഡിസ്പ്ലേ വരുന്നുണ്ട്. പൂർണ്ണമായിട്ടും ഞാൻ പറഞ്ഞു, ഒരു ഡ്രൈവറെ എല്ലാ അർത്ഥത്തിലും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് വാഹനം വെച്ചിരിക്കുന്നത്. പൂർണ്ണമായിട്ടും ഡ്രൈവിംഗിൽ ശ്രദ്ധിക്കാൻ വേണ്ടി അവർ ഒരു ആഡ് ഓൺ ആയിട്ട് തന്നെ ഇതിനകത്തേക്ക് 3rd ജനറേഷൻ ടിഗ്വാൻ ആർലൈനിലേക്ക് ഹെഡ് അപ്പ് ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ, വയർലെസ് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ എല്ലാം തന്നെയും വന്നിരിക്കുന്നു. വളരെ മനോഹരമായിട്ടുള്ള, അതായത് ക്ലാരിറ്റി ഉള്ള ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. അതിൻ്റെ ഒരു വലിപ്പം എന്ന് പറഞ്ഞാൽ മികച്ച ഒരു കണക്ക് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. 38.1 സെൻറ്റിമീറ്റർ വലിപ്പം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ളതാണ്. മറ്റൊന്ന് ഏറ്റവും പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനകത്തേക്ക് ഇയർഗോ ആക്റ്റീവ് സീറ്റുകളാണ് വന്നിരിക്കുന്നത്. മസാജിങ് ഫംഗ്ഷനും ഹീറ്റിംഗ് ഫംഗ്ഷനും കൂളിംഗ് ഫംഗ്ഷനും എല്ലാം തന്നെ ഇതിനകത്തേക്കുണ്ട്. മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 സോൺ ക്ലൈമറ്റിക് കൺട്രോൾ ഈ വാഹനത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ടൈം സെഗ്മെൻ്റ് ആണ്. അതായത് AC-യുടെ കാര്യത്തിൽ അല്ലെങ്കിൽ തണുപ്പിൻ്റെ കാര്യത്തിൽ ആരും തമ്മിൽ അടിവെക്കേണ്ട യാതൊരു കാര്യവുമില്ല. 3 സോൺ ക്ലൈമറ്റിക് കൺട്രോൾ ആണ് ഈ വാഹനത്തിലേക്ക് വന്നിരിക്കുന്നത്. പിന്നെ ഡൈനാമിക് ചേസിസ് കൺട്രോൾ പ്രോ ഇതിനകത്തേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ നമുക്കത് വാഹനത്തിൻ്റെ ഒരു ടെസ്റ്റ് ഡ്രൈവ് അനുഭവത്തിൽ അത് കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. മറ്റൊന്ന് പറയാനുള്ളത്, ഐഡ വോയിസ് അസിസ്റ്റ് വന്നിരിക്കുന്നു. ഐഡ വോയിസ് അസിസ്റ്റിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് അവർ എടുത്തു പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ശരിക്കും പിൻ സീറ്റുകളിൽ ഇരിക്കുന്ന ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും അത് നമുക്ക് ആവശ്യാനുസരണം എത്തേണ്ടടുത്ത് എത്തും. ഈ ഐഡയിലൂടെ അത് കണക്ട് ചെയ്യാൻ പറ്റും. കൂടുതൽ റീജിയണൽ ലാംഗ്വേജിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് ഐഡ വോയിസ് അസിസ്റ്റ് ഇതിനകത്തേക്ക് വന്നിരിക്കുന്നത്. ടിഗ്വാൻ ആർലൈനിലേക്ക് ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം വന്നിട്ടുണ്ട്. ഫുള്ളി ഹാൻഡ്സ് ഫ്രീ പാർക്കിംഗ് സിസ്റ്റം വന്നിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമായിട്ട് തന്നെ പറയുന്നു. അതേപോലെ തന്നെ ഡ്രൈവർ അസിസ്റ്റ് സിസ്റ്റംസ് എല്ലാം തന്നെ വന്നിട്ടുണ്ട്. ഡ്രൗസിനെസ് മോണിറ്റർ ഉൾപ്പെടെ കൊളിഷൻ കൺട്രോൾ, അതുപോലെ തന്നെ അതായത് 21 അഡാസ് ലെവൽ 2 ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ സേഫ്റ്റിക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നു ബ്രാൻഡെന്ന് നമുക്ക് മനസ്സിലാകും. മറ്റൊന്ന് പറയാനുള്ളത്, ശരിക്കും ഇതിൻ്റെ പനോരമിക് സൺറൂഫാണ്. അത്യാവശ്യം വലിയ ഒരു സൺറൂഫാണ്. മറ്റൊന്നെന്ന് വെച്ചാൽ ഫുള്ളി ബ്ലാക്ക് ആണ്. ടിഗ്വാൻ ആർലൈനിലേക്ക് മറ്റൊരു പ്രത്യേകത എടുത്തു പറയാനുള്ളത്, ഇതിനകത്തേക്ക് 2 ഫോണുകൾ വയർലെസ് ചാർജിങ്ങിലൂടെ 2 ഫോണുകൾ ഒരേ സമയം ചാർജ് ചെയ്യാനുള്ള പ്രൊവിഷൻ അവർ കൊടുത്തിട്ടുണ്ട്. അത് വളരെ നല്ല കാര്യമായിട്ട് തന്നെ പറയുന്നു. അതേപോലെ തന്നെ ആർലൈനിലെ എലിമെൻറ്റ്സ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു എസ്തെറ്റിക് എലിമെൻറ്റ്സ് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്ത വാഹനമാണ്. കൂടുതൽ സ്പോർട്ടി ഫീലിന് വേണ്ടിയിട്ടാണ് അത്തരത്തിൽ അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഹൊറിസോണ്ടൽ ഡിസൈൻ്റെ തുടർച്ച ഡോർ പാനൽസിലേക്കൊക്കെ കയറി കിടക്കുകയാണ്. ഒരു ബ്ലൂ എലിമെൻറ്റ് ഡാഷ്ബോർഡിൽ നിന്നും ഈ ഒരു ഡോർ പാനൽസിലേക്ക് കയറി കിടക്കുന്നു. അതേപോലെ തന്നെ ഇതിൻ്റെ ഫിറ്റ് ആൻഡ് ഫിനിഷ് ഒക്കെ നോക്കുമ്പോഴും നമുക്ക് നല്ല ഭംഗിയിൽ തോന്നുന്നുണ്ട്. ഇവിടെ ഒരു ഗ്ലോസി എലിമെൻ്റ് ആണ് വന്നിരിക്കുന്നത്. 3 സോൺ ക്ലൈമറ്റിക് കൺട്രോൾ ആണ് ഇതിനകത്തേക്ക് വന്നിരിക്കുന്നത്. AC വെന്റുകളൊക്കെ അവിടെയായിട്ട് കാണാം. സ്പോർട്ടി ഫീല് വാഹനത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്തേക്ക് മെറ്റൽ പെഡൽസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതേപോലെ തന്നെ പറയാനുള്ളത്, ഇതിൻ്റെ ഒരു സ്റ്റിയറിംഗ് വീൽ വളരെ ക്യൂട്ടായിട്ടുള്ള ഡിക്കഡ് സ്റ്റിയറിംഗ് വീൽ, 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ്. ഇതിനകത്തേക്കൊക്കെ ബ്രഷ്ഡ് അലൂമിനിയത്തിൻ്റെ ഒരു എലിമെൻ്റ് ആണ് കാണുന്നത്. ക്രോമിൻ്റെ വലിയ തിളക്കമൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഫോക്സ്വാഗൻ്റെ ലോഗോ ഇവിടെ ബ്ലാക്കിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ക്ലാരിറ്റി ഉള്ള ഡിജിറ്റൽ കോക്പിറ്റിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. ഡ്രൈവറെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇതാണ്. ഇപ്പോൾ ഇത് ശരിക്കും വാഹനം ഓണല്ല, എന്നാലും ഇതിൻ്റെ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഒരു ക്ലാരിറ്റിയൊക്കെ നമുക്ക് കാണാം.
ടിഗ്വാൻ R-Lineലേക്ക് 30 ആംബിയൻ ലൈറ്റും കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കസ്റ്റമൈസ്ഡ് ആണ്. ഈ ഒരു സെഗ്മെൻറ്റിൽ ഫസ്റ്റ് ഇൻ സെഗ്മെൻ്റ് എന്നാണ് വാഹന നിർമ്മാതാക്കൾ പറയുന്നത്. മറ്റൊരു വാഹനത്തിലേക്ക് 30 എണ്ണമൊന്നുമില്ല. അപ്പം അതും അവർ പ്രൗഡായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതിൻ്റെ അപ്പർ പോർഷൻ മൊത്തത്തിൽ ബ്ലാക്ക് ആൻഡ് ആണ്. സീറ്റുകൾ ബ്ലാക്ക് ആൻഡ് ആണ്. എർഗോ സീറ്റുകളാണ് നൽകിയിരിക്കുന്നത്. ഇതിലേക്ക് ഒരുപാട് രീതിയിൽ നമുക്കിതിനെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. എന്തായാലും സെക്കൻഡ് റോയിലേക്ക് നമുക്കൊന്ന് പോകാം. ടിഗ്വാൻ R-Lineൻ്റെ രണ്ടാം റോയിൽ ശരിക്കും വലിയ ഒരു വീൽ ബേസാണ് വാഹന നിർമ്മാതാക്കൾ പറയുന്നത്. ഞാൻ അതിൻ്റെ കണക്കുകൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും വലിയ വീൽ ബേസ് ഉള്ള വാഹനമാണ് ഈ ഒരു പ്രീമിയം SUV-യിൽ രണ്ടാം നിര. സുഖമായിട്ട് തന്നെ നമുക്കിരിക്കാം. നല്ല ലെഗ് റൂം, നല്ല ഹെഡ് റൂം. പനോരമിക് സൺറൂഫ് എന്ന് പറയുമ്പോൾ രണ്ടാം നിര യാത്രക്കാർക്ക് ഇവിടെ വരെയും, അതായത് ആകാശക്കാഴ്ച വളരെ മനോഹരമായിട്ട് കാണുന്ന പോലെ തന്നെയാണ് ടിഗ്വാൻ R-Lineലേക്ക് ഈ ഒരു പനോരമിക് സൺറൂഫ് വന്നിരിക്കുന്നത്. ഇവിടെ റൂഫ് ലാമ്പൊക്കെ വന്നിട്ടുണ്ട്, ഹാൻഡ് ഗ്രിപ്പുകൾ വന്നിട്ടുണ്ട്, ഇവിടെ ഒരു ഹൂക്ക് വന്നിട്ടുണ്ട്. പിന്തിരിയിൽ 3 പേർക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഇവിടെ കപ്പ് ഹോൾഡറായിട്ടും ഹാൻഡ് റെസ്റ്റ് ആയിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇത് ഇങ്ങനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്താൽ ഇതിനകത്തേക്ക് കപ്പ് ഹോൾഡറായിട്ട് ഉപയോഗിക്കാം. വീണ്ടും നമുക്ക് ഇത് ഇങ്ങനെ തന്നെ ആക്കാം. അപ്പോൾ ഈ 3 സീറ്റുകളിലേക്കും സീറ്റ് ബെൽറ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഈ വാഹനത്തിലേക്ക് 9 എയർ ബാഗുകളാണ് വരുന്നത്. എല്ലാ സീറ്റുകളുടെയും ഹെഡ് റെസ്റ്റുകൾ സ്ലൈഡിംഗ് ആണ്. മുൻനിരയിലെ, അതായത് പിൻനിരയിലെ എല്ലാ സീറ്റുകളുടെ ഹെഡ് റെസ്റ്റുകൾ സ്ലൈഡിംഗ് ആണ്. മുൻനിരയിലെ സീറ്റുകളുടെ രൂപം ഈ രീതിയിലാണ്. ഇവിടെ AC വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും പിൻനിരയിലെ യാത്ര സുഖമാണ്. ഡോർ പാനൽസ് ഒക്കെ അതിൻ്റെ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ് നോക്കിയാലും വളരെ മനോഹരമാണ്. ഗ്ലോസി ബ്ലാക്കിൻ്റെ എലിമെൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് പിൻനിര വിശേഷങ്ങൾ. MQB ഇവോ പ്ലാറ്റ്ഫോമിൽ എത്തിയിരിക്കുന്ന ഓൾ ന്യൂ ടിഗ്വാൻ R-Lineൽ പുത്തൻ ജനറേഷൻ ചേസിസ് കൊണ്ടുവന്നിരിക്കുന്നു. ഇത് മികച്ച ഡ്രൈവിംഗ് ഡൈനാമിക്സും പെർഫോമൻസും നൽകുമെന്ന് ഫോക്സ്വാഗൻ ഗ്രൂപ്പ് അവകാശപ്പെടുന്നു. ടെസ്റ്റ് ഡ്രൈവ് നടന്നിട്ടില്ല. ഇത് ലോഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് മുംബൈയിൽ വെച്ച് നടന്ന ഒരു വാക്ക് അറൗണ്ട് വീഡിയോ മാത്രമാണ്. അപ്പം വാഹനത്തിൻ്റെ ഡൈനാമിക്സിനെ കുറിച്ചിട്ടും പെർഫോമൻസിനെ കുറിച്ചിട്ടും ഒക്കെ പറയണമെങ്കിൽ തീർച്ചയായിട്ടും ടെസ്റ്റ് ഡ്രൈവ് കഴിയണം. അപ്പോൾ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇനി ഈ ജർമ്മൻ കാറിൻ്റെ സുരക്ഷയെക്കുറിച്ചിട്ട് നമുക്ക് പറയാം. 21 ADAS ലെവൽ 2 സൗകര്യങ്ങൾ വന്നിട്ടുണ്ട്. മറ്റെല്ലാ വാഹനങ്ങളിലെ പോലെ തന്നെ അഡ്വാൻസ് ഡ്രൈവർ അസിസ്റ്റ് സിസ്റ്റത്തിലെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇതിനകത്തേക്ക് വന്നിരിക്കുന്നു. 5 സ്റ്റാർ യൂറോ NCAP സേഫ്റ്റി റേറ്റിംഗ് നേടിയ വാഹനമാണ് ഇത്. അതേപോലെ ഇതിനകത്തേക്ക് 9 എയർ ബാഗുകൾ, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, ഫ്രണ്ട് ആൻഡ് റിയർ ഡിസ്ക് ബ്രേക്കുകൾ, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ്, ഹിൽ ഡിസൻ കൺട്രോൾ, അതേപോലെ തന്നെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് വിത്ത് ഓട്ടോ ഹോൾഡ് ഫംഗ്ഷൻ, റിയർ വ്യൂ ക്യാമറ സിസ്റ്റം, അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ, അതേപോലെ തന്നെ സ്പീഡ് ലിമിറ്റർ, ഡൈനാമിക് ഹെഡ്ലൈറ്റ് റേഞ്ച് കൺട്രോൾ, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഈ വാഹനത്തിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രീമിയം SUV എല്ലാ അർത്ഥത്തിലും സുരക്ഷിതമാണെന്ന് പറയാം. ഫോക്സ്വാഗൻ ടിഗ്വാൻ R-Lineന് നൽകുന്ന സർവീസിനെ കുറിച്ചിട്ടും വാറണ്ടിയെ കുറിച്ചിട്ടും നമുക്ക് പറയാം. ടിഗ്വാൻ R-Lineന് 4 വർഷ സ്റ്റാൻഡേർഡ് വാറണ്ടിയും 4 വർഷ റോഡ് സൈഡ് അസിസ്റ്റൻസും വാഹന നിർമ്മാതാക്കൾ നൽകുന്നുണ്ട്. 3 തവണയുള്ള ഫ്രീ സർവീസും ഈ വാഹനത്തിന് നൽകുന്നു. ഈ വാഹനത്തിൻ്റെ ഡെലിവറി ഏപ്രിൽ 23, 2025 മുതൽ തുടങ്ങുകയാണ്. എന്തായാലും സെഗ്മെൻറ്റിലെ ഒരു ബെസ്റ്റ് വാഹനമായിട്ട് തന്നെ നമുക്കിതിനെ പരിഗണിക്കാം. മൊത്തത്തിൽ വാഹനം ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോൾ ഏറ്റവും ഇംപ്രസീവ് ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നുകൂടി വിശദമാക്കുന്നു. മുന്നിലെ LED പ്ലസ് ഹെഡ്ലൈറ്റുകളും അതുപോലെ തന്നെ ഗ്ലാസ് കവേർഡ് ഹൊറിസോണ്ടൽ സ്ട്രിപ്പും അതേപോലെ സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ കവൻട്രി അലോയ് വീൽ ഇത് 19 ഇഞ്ച് ആണെന്ന് എടുത്തു പറയുന്നു. അതുപോലെ തന്നെ റിയർ കാഴ്ചയിലെ ഹൊറിസോണ്ടൽ LED സ്ട്രിപ്പുകളും ഒക്കെ തന്നെ നമ്മളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ്. മൊത്തത്തിൽ വാഹനത്തിൻ്റെ ഒരു ലുക്ക് ഒരുപാട് ഇംപ്രസീവ് ആണെന്ന് തന്നെ പറയുന്നു. ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിലും കംഫർട്ടിനും കൺവീനിയൻസിനും ഒക്കെ തന്നെ ഒരുപാട് പ്രാധാന്യം നൽകിയിരിക്കുന്നു. ഇതിനകത്ത് സീറ്റുകളുടെ കംഫർട്ടാണെങ്കിലും പനോരമിക് സൺറൂഫിൻ്റെ കാര്യമാണെങ്കിലും ഇതിനകത്തെ 30 ആംബിയൻ ലൈറ്റിങ്ങിൻ്റെ കാര്യമാണെങ്കിലും എല്ലാം തന്നെ, അതേപോലെ തന്നെ വളരെ വലിപ്പമുള്ള, അതായത് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ 28.3
0.04 സെൻറ്റിമീറ്റർ വലിപ്പമാണ്. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വലിയ സ്റ്റാൻഡ് ലോൺ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. 38.1 സെൻറ്റിമീറ്ററാണ് അതിൻ്റെ വലിപ്പം. അങ്ങനെ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിലും എക്സ്റ്റീരിയർ നോക്കുകയാണെങ്കിലും ഇതൊരു നല്ല പ്രീമിയം SUV ആയിട്ട് നമുക്ക് പരിഗണിക്കാം. എന്തായാലും ഇതിൻ്റെ വില 49 ലക്ഷം ഇൻട്രൊഡക്ടറി പ്രൈസിലാണ് വാഹന നിർമ്മാതാക്കൾ ഈ വാഹനം നമുക്ക് ഇന്ത്യയിലേക്ക് 3ാം ജനറേഷൻ അവതരിപ്പിച്ചിരിക്കുന്നത്. മറ്റൊരു വാഹനത്തിന് വിശേഷങ്ങളുമായി എത്തുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.